Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. Happy Vishu. എല്ലാവർക്കും വിഷു ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞോ? അടിച്ചു പൊളിച്ച വിഷു ഒക്കെ ആയിട്ട്? ഓക്കെ. പിള്ളേര് കുറവാണല്ലേ? 23 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിലേക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ, നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണല്ലേ? ഓക്കെ. നമ്മൾ എവിടെ വരെയൊക്കെ പഠിച്ചതൊക്കെ ഓർക്കണ്ടാവും. കുറച്ച് ദിവസമായില്ലേ ക്ലാസ്സില്? നമ്മള് ചാപ്റ്റർ 4 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അവിടെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അതിനകത്ത് പത്തോളജി അല്ലെ? പത്തോളജിയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ആ പാരഗ്രാഫ് ഒന്നുകൂടി നോക്കാന്ന് പറഞ്ഞായിരുന്നു അല്ലെ? പത്തോളജി നമുക്ക് ആ ഒരു പാരഗ്രാഫിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കി. The laboratory module start with receiving the online request from doctors. ഒരു ലബോറട്ടറി പ്രവർത്തനം, ഈ ലബോറട്ടറി മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ എന്താ? ഡോക്ടേഴ്സിൽ നിന്ന് ഇന്ന ടെസ്റ്റുകൾ ചെയ്യണം എന്ന ഓൺലൈൻ റിക്വസ്റ്റ് സ്വീകരിക്കുന്നതിലൂടെയാണ് ഒരു ലബോറട്ടറി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. Okay, the laboratory module start with receiving the online request from doctors. ഡോക്ടേഴ്സിൽ നിന്ന് ഓൺലൈൻ റിക്വസ്റ്റ് സ്വീകരിക്കുന്നതിലൂടെയാണ് ലബോറട്ടറി മൊഡ്യൂൾ ആരംഭിക്കുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ ആ സെന്റൻസ്. ഇനി the laboratory personnel can also generate request. ഇനിയിപ്പോ ഡോക്ടേഴ്സിന് മാത്രമല്ല, ആർക്കും കൂടിയും അത് റിക്വസ്റ്റ് സൃഷ്ടിക്കാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും, സൃഷ്ടിക്കുക. The laboratory personnel can also generate റിക്വസ്റ്റ്. അപ്പൊ ലബോറട്ടറി സ്റ്റാഫിന് എന്തിനു വേണ്ടി? അപ്പൊ അവർക്ക് റെഫറൻസിനൊക്കെ വേണ്ടിയിട്ട്, അവർക്ക് ഇനിയിപ്പോ ഒരു ടെസ്റ്റിനാണെങ്കിൽ പോലും റെഫറൻസിന് വേണ്ടിയിട്ട് അവർക്ക് ഈ ലാബിലെ ഓൺലൈൻ റിക്വസ്റ്റുകൾ സൃഷ്ടിക്കാൻ പറ്റും പറഞ്ഞേക്കുന്നത്. ഡോക്ടേഴ്സിന് മാത്രമല്ല, ലബോറട്ടറി പേഴ്സണൽസിനും ലബോറട്ടറി സ്റ്റാഫുകൾക്കും ഓൺലൈൻ റിക്വസ്റ്റുകൾ സൃഷ്ടിക്കാൻ പറ്റും. This facilitate investigations for referral patients. ഇത് അപ്പൊ ലബോറട്ടറി പേഴ്സണൽസും റിക്വസ്റ്റ് സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ? അത് ആർക്കുടെ സൗകര്യപ്രദമാകുന്നതിന് വേണ്ടിയിട്ടാണ്? ഫോർ റെഫറൽ പേഷ്യൻസ്. റെഫറൽ പേഷ്യൻസിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന എന്താ? സുഗമമാക്കുക. ഫെസിലിറ്റേറ്റ്, സുഗമമാക്കുക. ഇൻവെസ്റ്റിഗേഷൻസ്, അന്വേഷണങ്ങൾ. അപ്പൊ റെഫറൽ പേഴ്സൺ ആളുകൾക്ക് അന്വേഷണങ്ങള് സുഗമമാക്കാനും എന്താ ഇത് സഹായിക്കുന്നു. ഫെസിലിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ സുഗമമാക്കുന്നു, സുഗമമാക്കുക, ഈസി ആക്കുക. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്?
ഇപ്പൊ ഡോക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഓൺലൈൻ റിക്വസ്റ്റ്, ഡോക്ടേഴ്സിൽ നിന്നുള്ള റിക്വസ്റ്റ് സ്വീകരിക്കുന്നതിലൂടെയാണ് ലബോറട്ടറി മൊഡ്യൂൾ ആരംഭിക്കുന്നത്. എന്നാൽ ഡോക്ടേഴ്സിന് മാത്രമല്ല, ലബോറട്ടറി പേഴ്സണൽസിനും ലബോറട്ടറി സ്റ്റാഫുകൾക്കും ഈ ഓൺലൈൻ റിക്വസ്റ്റുകൾ സൃഷ്ടിക്കാൻ പറ്റും. അത് എന്തിനുള്ള? റെഫറൽ പേഷ്യൻസിന് ഇൻവെസ്റ്റിഗേഷൻ സുഗമമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Tests are grouped under various sections and a sample type of specimen. ഇനി ഈ അവിടെ ഉള്ള ടെസ്റ്റുകളെ നമ്മൾ പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. ഇപ്പൊ ലാബില് ഓരോ ടെസ്റ്റുകൾ മാത്രമാണോ? ഓരോ ടെസ്റ്റുകളെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? വേരിയസ് സെക്ഷൻസ്, ഗ്രൂപ്പ് അണ്ടർ വേരിയസ് സെക്ഷൻ, പല പല സെക്ഷനുകളായിട്ട് തിരിക്കാം. ആൻഡ് സാമ്പിൾ ടൈപ്പ് ഓർ സ്പെസിമെൻ, സ്പെസിമെനും അല്ലെ, നമുക്ക് ബ്ലഡ് ആവാം, യൂറിൻ ആവാം, അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സ്പെസിമെനും എന്താ പലതാണ് അല്ലെ. ഇപ്പൊ ബ്ലഡിൽ നിന്ന് തന്നെ ഒത്തിരി ഇത് നോക്കാൻ പറ്റും. എങ്കിലും ബ്ലഡ്, യൂറിൻ, അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആ സ്പെസിമെനും വ്യത്യാസമായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഗ്രൂപ്പുകളെ, ടെസ്റ്റുകളെ പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം, പല സെക്ഷനുകളായിട്ട്, പല സാമ്പിൾ ടൈപ്പ് ഓഫ് സ്പെസിമെൻ ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. Based on the request, the user can input the sample and generate sample number. Okay, ആ റിക്വസ്റ്റ് അനുസരിച്ച്, ആ റിക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മള് യൂസർ ഇൻപുട്ട് കൊടുക്കും അല്ലെ. നമ്മൾ സാമ്പിള് കൊടുക്കും. ഇപ്പൊ ബ്ലഡ് ആണെങ്കിൽ ബ്ലഡ് ആ സാമ്പിള് കൊടുക്കും. and generate the sample number. അതുപോലെ തന്നെ അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് എന്താ ഒരു ബോട്ടിലായിരിക്കും അല്ലെ നമുക്ക് സ്പെസിമെൻ കളക്ട് ചെയ്യാൻ അവിടെ നിന്ന് തരുന്നേ. നമ്മൾ കൊണ്ടുപോകുന്ന കുപ്പിയില് അല്ല, അവിടെ ലാബിലെ ബോട്ടിലുണ്ട്, വളരെ സ്റ്റെറിലൈസ് ചെയ്ത് നീറ്റ് ആക്കി വെച്ചാണേ. നമ്മൾ ഏതെങ്കിലും ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കുപ്പി എടുത്തോണ്ട് പോയി അത് അത്രയും ക്ലിയർ ആവില്ല അല്ലെ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സ്പെസിമെൻ വളരെ ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് അത് കൾച്ചർ ചെയ്യാനും അതിലൂടെ ഓരോ ടെസ്റ്റുകൾ നോക്കാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് ലാബിലുള്ള ആ ഒരു ബോട്ടിലായിരിക്കും നമുക്ക് തരുന്നത്. അതിൽ നമ്മള് നമ്മുടെ സാമ്പിള് എന്താ പറയാ സാമ്പിള് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ആ ഡോക്ടേഴ്സിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഏത് സാമ്പിൾ ആണോ നമ്മൾ കൊടുക്കേണ്ടത് അത് നമ്മൾ കൊടുക്കുന്നു. അവിടെ സാമ്പിൾ നമ്പർ, ആ ഓരോ ഇതിലും സാമ്പിളിന്റെ നമ്പർ ഇടും അല്ലെ. ആ ഇതിനകത്ത് പേരും നമ്പറും ഉണ്ടാവും ബോട്ടില് നമ്മൾ കൊടുക്കണേന്റെ. റിസൾട്ട് ക്യാൻ ബി ഇൻപുട്ടഡ് ബേസ്ഡ് ഓൺ ദ സാമ്പിൾ ടൈപ്പ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് റിസൾട്ടുകൾ നിങ്ങളോട് തരുന്നത്. അപ്പൊ ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ടുകൾ എന്തിനെ ബേസ് ചെയ്തിട്ടാ? ആ സാമ്പിൾ ടൈപ്പിനെ ബേസ് ചെയ്തിട്ടാണ് റിസൾട്ട് തരുന്നത്. Result can be inputted either to one test or multiple test. ഇനി നോക്കിയേ, ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളിപ്പോ ബ്ലഡ് കൊടുത്തിട്ട് ഒരെണ്ണം മാത്രം അല്ലെ, HB ഹീമോഗ്ലോബിന്റെ കൗണ്ട് മാത്രം നോക്കിയാൽ മതിയാവും. അവരിങ്ങനെ ഇടൂലേ, അതിനകത്ത് ഏതൊക്കെ ടെസ്റ്റാ ചെയ്തതെന്നുള്ള ടിക്ക് ഇട്ട് കൊടുക്കും അല്ലെ. ബ്ലഡ് നമ്മൾ കൊടുത്തു, അപ്പൊ അതിനകത്ത് ഒരു ടെസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, ഓർ മൾട്ടിപ്പിൾ ടെസ്റ്റ്, അല്ലെങ്കിൽ ഒന്നിലധികം ടെസ്റ്റുകൾ. ഇപ്പൊ നമുക്ക് ഒരു സാമ്പിൾ കൊടുത്തിട്ട് ഇപ്പൊ ബ്ലഡ് കൊടുക്കണമെങ്കിൽ അതിന്റെ ഹീമോഗ്ലോബിൻ നോക്കാം, RBC, WBC ഇതിന്റെയൊക്കെ കൗണ്ടുകൾ നോക്കാം, അതിൽ ആൽബുമിൻ ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു ഇതിൽ നിന്ന് തന്നെ പല മൾട്ടിപ്പിൾ ടെസ്റ്റുകളും ചെയ്യാൻ പറ്റും. If the test result require approval, the supervisor has to approve the result. Underline ചെയ്തിട്ട് ടെസ്റ്റിന്റെ ആ റിസൾട്ടുകൾക്ക് നമുക്ക് ഈ അപ്രൂവല്, ഇപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലേക്കൊക്കെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ അത് അപ്രൂവ് ചെയ്യണം അല്ലെ. ഇപ്പൊ ഡോക്ടറിന് കാണിക്കാനാണെങ്കിൽ നേരിട്ട് അവിടെ വന്നാൽ മതി. നേരിട്ട് ഓൺലൈനായിട്ട് തന്നെ ആ ടെസ്റ്റ് റിസൾട്ട് ഡോക്ടേഴ്സിന്റെ ആ ടേബിളിലേക്ക് അത് കമ്പ്യൂട്ടർ വഴി എത്തിക്കോളും. ഇനി നമുക്ക് അതിന് ഒരു അപ്രൂവല് വേണമെങ്കിൽ സൂപ്പർവൈസർ ആ റിസൾട്ട് അപ്രൂവ് ചെയ്യും. അപ്പൊ അവിടെ ചോദിക്കാം, ടെസ്റ്റ് റിസൾട്ടുകൾ അപ്രൂവ് ചെയ്യുന്നത് ആരാണ്? സൂപ്പർവൈസർ ആണ്. അണ്ടർലൈൻ ചെയ്തിട്ടേ, ഇഫ് ദ ടെസ്റ്റ് റിസൾട്ട്സ് requires approval, the supervisor has to approve the result. ആ റിസൾട്ട് അപ്രൂവ് ചെയ്യുന്നത് ആരാണ്? സൂപ്പർവൈസർ അല്ലെ. സൂപ്പർവൈസർ ആ റിസൾട്ട് അപ്രൂവ് ചെയ്യും, അംഗീകാരം കൊടുക്കും. അത് നോക്കി അത് കൺഫേം ആക്കി എന്നുള്ള അപ്രൂവ് കൊടുക്കും. ടെസ്റ്റ് റിസൾട്ട്സ് ആർ അവൈലബിൾ ടു കൺസേൺ ദ ഡോക്ടേഴ്സ്. എന്നിട്ട് ആ ടെസ്റ്റ് റിസൾട്ടുകൾ ആ ബന്ധപ്പെട്ട ഡോക്ടേഴ്സിന് ലഭ്യമാക്കുന്നു.
ടെസ്റ്റ് റിപ്പോർട്ട്സ് ക്യാൻ ബി മെയ്ഡ് കോൺഫിഡൻഷ്യൽ. കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യാത്മകത. ഈ ടെസ്റ്റ് റിപ്പോർട്ടുകള് എങ്ങനെയായിരിക്കണം? രഹസ്യമായിരിക്കണം. ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്ത അതിന്റെ റിപ്പോർട്ട് വേറെ ആർക്കും അങ്ങനെ ആകില്ല. അത് ഒരു രഹസ്യാത്മക സ്വഭാവം വേണം. അത് വേറെ ആർക്കും കാണിക്കാനൊന്നും പറ്റൂല. അതെപ്പോഴും എങ്ങനെയാ? രഹസ്യമായി തന്നെ സൂക്ഷിക്കണം. ടെസ്റ്റ് റിപ്പോർട്ട്സ് ക്യാൻ ബി മെയ്ഡ് കോൺഫിഡൻഷ്യൽ. കോൺഫിഡൻഷ്യൽ എന്ന് വെച്ചാൽ രഹസ്യാത്മകത. രഹസ്യമായിട്ട് ടെസ്റ്റ് റിപ്പോർട്ടുകൾ സൂക്ഷിക്കണം. അതായത് ഇപ്പൊ ഞാനെടുത്ത ടെസ്റ്റിന്റെ റിപ്പോർട്ട് വേറെ ആൾക്ക് അത് കാണിക്കേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ അവിടെ ലാബിൽ തന്നെ അത് അവര് സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ രഹസ്യമായി തന്നെ അത് സൂക്ഷിക്കണം. ടെസ്റ്റ് ക്യാൻ ബി പെർഫോംഡ് ഓൺലി ആഫ്റ്റർ ദ ബില്ലിംഗ് ഈസ് ഡൺ. ഇനി ടെസ്റ്റ് എപ്പോഴാ ചെയ്യുന്നേ? ബില്ലിങ് കൊടുത്തതിന്. ഇപ്പൊ ഇത്ര രൂപ നമ്മൾ അവിടെ ബില്ലിങ്ങില് ക്യാഷില് പൈസ അതിന്റെ പേ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് കൊടുക്കുന്നത്. അത് ടെസ്റ്റ് ചെയ്യുന്നത് ലാബിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് മുന്നേ നമ്മൾ ബില്ല് അടയ്ക്കണം. ബില്ല് അടച്ച റെസിപ്റ്റ് അത് വേണം. എന്നിട്ടാണ് ടെസ്റ്റ് ചെയ്യുള്ളൂ. എന്നാൽ ഇവിടെ നോക്കിയേ, ദിസ് റൂൾ ഈസ് എക്സെപ്റ്റഡ്. എക്സെപ്റ്റഡ് എന്ന് വെച്ചാൽ ഒഴിവാക്കുക എന്നുള്ള മീനിങ് ആട്ടോ. ഒഴിവാക്കുക. When the case is declared as urgent. കേസ് അർജന്റ് ആണെങ്കിൽ നമുക്ക് ബില്ല് അടച്ചതിന് ശേഷമാണ് ടെസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ള നിയമമില്ല. അത് അവിടെ ഒഴിവാക്കും. കേസ് എമർജൻസി ആണെങ്കിൽ അടിയന്തരമായി പ്രഖ്യാപിക്കുമ്പോൾ ഈ നിയമം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഏത് നിയമം? ബില്ലിങ് നടത്തിയതിന് അല്ലെങ്കിൽ പേയ്മെന്റ് നടത്തിയതിന് ശേഷം ഈ ടെസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ള നിയമം എമർജൻസി കേസുകളിൽ അത് വേണ്ട. അത് നേരെ എമർജൻസി അല്ലേ? ചിലയിടത്ത് റിസൾട്ട് കിട്ടുമ്പോ ബില്ലടച്ചാൽ മതി. ശരി. ചിലയിടത്ത് ഇപ്പൊ കോമൺ ആയിട്ടുള്ള പറഞ്ഞത് ഇതിനകത്ത് നമുക്ക് സാധാരണ എങ്ങനെയാ ബില്ലിങ് നടത്തിയതിനു ശേഷം ടെസ്റ്റ് ചെയ്യുള്ളൂ അങ്ങനെയാണ്. പക്ഷെ ഇങ്ങനെ നമ്മള് ചിലയിടത്ത് നിഷ ഇവിടെ മെസ്സേജ് ചെയ്തിട്ടു. ചിലയിടത്ത് നമ്മള് എന്താ പറയാ, നമുക്ക് റിസൾട്ട് കിട്ടുമ്പോ ബില്ലടച്ചാൽ മതി എന്ന് അങ്ങനെയുണ്ട്. അപ്പൊ പല ഇതുമാണ്. കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ പറഞ്ഞത്. എന്നാൽ എമർജൻസി കേസിൽ ഈ നിയമം വേണ്ട, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അത്രയാണ് പാതോളജിയിൽ വരുന്നത് കേട്ടോ. അതായത് ലാബിലെ കാര്യങ്ങളും ടെസ്റ്റിന്റെ അങ്ങനെയൊക്കെ സംബന്ധിച്ചാണ്. അതിൽ ആ 1-2 സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്യുക. അതിനകത്ത് ഈ പോയിന്റ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ടെസ്റ്റ് ക്യാൻ ബി പെർഫോം ഓൺലി ആഫ്റ്റർ ദ ബില്ലിംഗ് ഈസ് ഡൺ. ബില്ലിംഗ് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഇനി ഇവിടെ അതിന്റെ ലബോറട്ടറിയിലെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കുറച്ച് ഇത് പറഞ്ഞേക്കുന്നത്. ഇന്റഗ്രേഷൻ ഓഫ് ടെസ്റ്റ് കുറച്ച് പോയിന്റ്സ് ആയിട്ട് തന്നേക്കാട്ടോ. ഇന്റഗ്രേഷൻ ഓഫ് ടെസ്റ്റ് ഓർഡർഡ് ഫ്രം ക്ലിനിക്കൽ മൊഡ്യൂൾ. ഇന്റഗ്രേഷൻ മീനിങ് സംയോജനം. ടെസ്റ്റുകളുടെ സംയോജനം. ഇങ്ങനെ ഓർഡേർഡ് ഫ്രം ക്ലിനിക്കൽ മൊഡ്യൂൾസ്. ക്ലിനിക്കൽ ചികിത്സാപരമായിട്ടുള്ള ക്ലിനിക്കൽ മൊഡ്യൂൾ അനുസരിച്ച് ഓർഡർ ചെയ്തിട്ടുള്ള ടെസ്റ്റുകളുടെ സംയോജനം. ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ ഓഫ് ടെസ്റ്റ്. പല പല ടെസ്റ്റുകളാണ് ചെയ്യുന്നത് അല്ലെ. ലാബില് ഒത്തിരി ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി ആളുകൾക്ക് ഒരേ ടൈമില് ഒത്തിരി ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ആ ടെസ്റ്റുകളുടെ ഒരു സംയോജനം. പല പല ടെസ്റ്റുകളുടെ ഒരു സംയോജനം. ക്ലിനിക്കൽ മൊഡ്യൂൾ അനുസരിച്ച് ഓർഡർ ചെയ്തിട്ടുള്ള ടെസ്റ്റുകളുടെ സംയോജനം. ഇന്റഗ്രേഷൻ ഓഫ് ടെസ്റ്റ് ഓർഡർഡ് ഫ്രം ക്ലിനിക്കൽ മൊഡ്യൂൾ. കോംപ്രിഹെൻസീവ് ഓൺലൈൻ ലബോറട്ടറി റിപ്പോർട്ട്സ്. അടുത്തൊരു അഡ്വാൻറ്റേജ് പോലെയാണ് ഇത് തന്നിരിക്കുന്നത്. കോംപ്രിഹെൻസീവ് എന്ന് വെച്ചാൽ സമഗ്രമായ. ഓൺലൈൻ ലബോറട്ടറി റിപ്പോർട്ട്. ഇപ്പൊ ലബോറട്ടറി റിപ്പോർട്ട് ഓൺലൈൻ ആണ് അല്ലെ. നമ്മള് നേരെ ചെന്നിട്ട് ഇപ്പൊ നമുക്കറിയാൻ വേണ്ടിയാണെങ്കിലും നമ്മള് ചെന്ന് അവിടെ ബില്ലടച്ച് ഇത് കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ട് മേടിക്കാൻ പോകണമെന്നില്ല. നമ്മുടെ ഫോണിൽ വരും അല്ലെ. റിസൾട്ട് വരും. പിന്നെ വേണമെങ്കിൽ മാത്രം നമ്മൾ അത് മേടിക്കാൻ പോയാൽ മതി. അല്ലെങ്കിൽ പൈസ അടച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ഇത്ര സമയമാവും പറഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഓൾറെഡി ആ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും. ഷുഗർ ഒക്കെ നോക്കാനാണ് ഇപ്പൊ ഡോക്ടറിനെ ഇതെല്ലാം ചില ആളുകളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യുമല്ലോ. അവർക്ക് തന്നെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനൊക്കെ ആയിട്ട്. അപ്പൊ അതൊരു വലിയ ഇതാണ്. നമുക്ക് ഓൺലൈൻ റിപ്പോർട്ടുകള്, ഓൺലൈൻ ലബോറട്ടറി റിപ്പോർട്ട്, സമഗ്രമായിട്ടുള്ള ഓൺലൈൻ ലബോറട്ടറി റിപ്പോർട്ട്സ്. ഇനി അടുത്ത നോക്കിയേ, ഫാസ്റ്റ് എൻട്രി ഓഫ് റിസൾട്ട്. ആ റിസൾട്ടിലേക്കുള്ള പെട്ടെന്നുള്ള പ്രവേശനം. ഫാസ്റ്റ് എൻട്രി ഓഫ്
റിസൾട്ട്. റിസൾട്ടിലേക്കുള്ള പെട്ടെന്നുള്ള പ്രവേശനം. അതായത് എന്താ, പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ആകും അല്ലെ, റിസൾട്ടും പെട്ടെന്നാവും. പിന്നെ അതുപോലെ നമുക്ക് ആ റിസൾട്ടിലേക്ക് നമുക്ക് പെട്ടെന്ന് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അറിയാം അല്ലെ. പിന്നെ നമ്മൾ പിന്നെ ചെന്ന് ലാബിൽ ചെന്ന് അവിടെ നിന്ന് പേപ്പറായിട്ട് വാങ്ങണ്ട. ഇത് റിസൾട്ട് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. അത് ഫാസ്റ്റ് എൻട്രി ഓഫ് റിസൾട്ട്. റിസൾട്ടിലേക്കുള്ള പെട്ടെന്നുള്ള പ്രവേശനം, അതായത് ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റും. അടുത്ത് നോക്കിയേ, enable doctors to see the result online from any location at any time. ഉണ്ടോ? Enable doctors to see the result. Enable എന്ന് വെച്ചാൽ സാധ്യമാക്കുക എന്നുള്ളതാണ്. അതായത് ഡോക്ടേഴ്സിന് ആ റിസൾട്ട് ഓൺലൈൻ ആയിട്ട് ഏത് ലൊക്കേഷനിലും ഏത് സമയത്തും റിസൾട്ട് അറിയാൻ പറ്റും അല്ലെ. ലാബിലേക്ക് വരുമോ, നമ്മൾ ചെന്ന് പേപ്പർ കൊണ്ടുവന്ന് കൊടുക്കോ, ഇതൊന്നും വേണ്ട. ഡോക്ടേഴ്സിന് ഏത് സമയത്താണെങ്കിലും എത്ര അകലെയാണെങ്കിലും ഏത് ടൈമിലാണെങ്കിലും ഓൺലൈൻ ആയിട്ട് തന്നെ ഡോക്ടേഴ്സിന് റിസൾട്ട് സാധ്യമാക്കുന്നു. റിസൾട്ട് കാണാനായിട്ട് ഈ റിസൾട്ട് എന്താണെന്ന് ഡോക്ടറിന് അറിയാൻ എന്താ പറയാ, അതിന് ഉള്ള സംവിധാനം ഉണ്ട് ഇപ്പൊ. Enable doctors to see the result online from any location at any time. ഏത് ലൊക്കേഷനിൽ ഏത് ടൈമിലാണെങ്കിലും. Up to date status about the request. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് റിക്വസ്റ്റിനെ കുറിച്ചുള്ള അപ് ടു ഡേറ്റ്, കൃത്യമായിട്ട് അല്ലെ, ഓരോ ദിവസവും കൃത്യമായിട്ടുള്ള നില. ഇന്നിപ്പോ എത്ര ആളുകള് അതിന്റെ ഓൺലൈൻ ടെസ്റ്റിന്റെ റിക്വസ്റ്റ് അയച്ചു, അല്ലെങ്കിൽ എത്ര ടെസ്റ്റുകൾ ഇന്ന് വേണം, അത് ഓരോ ദിവസവും അവർ ലാബില് ആ റിപ്പോർട്ട് അല്ലെ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ ദിവസവും നോക്കി അറിയാം ഇന്ന് മൊത്തം എത്ര ടെസ്റ്റുകൾ അവിടെ ചെയ്തു, അങ്ങനെയുള്ളത്. ഓൺലൈൻ അപ് ടു ഡേറ്റ് സ്റ്റാറ്റസ് അബൌട്ട് ദ റിക്വസ്റ്റ്. ഇനി പ്രൊവിഷൻ ഫോർ ടെംപ്ലേറ്റ്സ് ഓഫ് ഇൻപുട്ട് ഓഫ് ടെസ്റ്റ് റിസൾട്ട്. ടെസ്റ്റ് റിസൾട്ടിന്റെ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മോഡല്, ഈ ഒരു മാതൃക. പ്രൊവിഷൻ ഫോർ ടെംപ്ലേറ്റ്സ് ഓഫ് ഇൻപുട്ട് ഓഫ് ടെസ്റ്റ് റിസൾട്ട്. ടെസ്റ്റ് റിസൾട്ടുകളുടെ ഒരു മോഡല് കാണിക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നു. പ്രൊവിഷൻ എന്ന് പറഞ്ഞ വ്യവസ്ഥ ഉണ്ടാക്കണം. ആ ടെസ്റ്റ് റിസൾട്ടുകൾ, ടെസ്റ്റ് ചെയ്തിട്ട് ആ റിസൾട്ടിന്റെ ഒരു മോഡല് കാണിക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം. ഓക്കെ, പ്രൊവിഷൻ ഫോർ ടെംപ്ലേറ്റ്സ് ഓഫ് ഇൻപുട്ട് ഓഫ് ടെസ്റ്റ് റിസൾട്ട്. ഇനി അത്രയും ആ ഒരു ഇതിനകത്ത് നമ്മൾ ആ പത്തോളജി തന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മള് ലാബ് HIS ലാബ് സിസ്റ്റത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഇപ്പൊ ഫുള്ള്. അപ്പൊ അതിന്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ള നിലയിലാണ് ആ പോയിന്റുകൾ തന്നേക്കുന്നത് കേട്ടോ. ഒരു 4-5 പോയിന്റ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം. പിന്നെ അടുത്ത ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് റേഡിയോളജി അല്ലെ. നമ്മൾ റേഡിയോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെ പഠിച്ചു. റേഡിയോളജി എന്താ, ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഡോക്ടർ എന്താണ് എന്നുള്ള രോഗം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുക ചെയ്യുന്നത് അല്ലെ. റേഡിയോളജി എന്ന് പറഞ്ഞാൽ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട്, അതായത് എക്സ്റേ ഉണ്ട്, അൾട്രാസൗണ്ട് ഉണ്ട്, സ്കാനിങ്, MRI, CT, MRI സ്കാനിങ്, ഇങ്ങനെയുള്ള ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള എന്ത് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ്, കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് തരിക ചെയ്യുന്നത് റേഡിയോളജി. Radiology module caters to services such as X-ray, scanning, ultrasound, etc. നമുക്കറിയാം ഇമേജിംഗ് ടെക്നോളജികൾ ഏതൊക്കെയാ. എക്സ്റേ ഉണ്ട്. എക്സ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലുകൾക്ക് അല്ലെ, എല്ലുകളുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ എക്സ്റേ എടുക്കാനാ പറയാണ്. പിന്നെ സ്കാനിങ്, അതായത് നമ്മൾ പറയും CT സ്കാൻ ഉണ്ട്. പിന്നെ MRI സ്കാനിങ്, മാഗ്നറ്റിക്
റെസൊണൻസ് ഇമേജിങ്, MRI സ്കാനിങ്, പിന്നെ അൾട്രാസൗണ്ട് പറഞ്ഞു. സൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ട് കൊണ്ട് തന്നെ നമ്മള് ഫീറ്റസ് അല്ലെ, ഒരു എംബ്രിയോ ഭ്രൂണത്തെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഇമേജിംഗ് ടെക്നോളജിയാണ് അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഈ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ എന്താ റേഡിയോളജി മൊഡ്യൂള് ക്യാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ് എന്നുള്ള മീനിങ് ആട്ടോ, നൽകുക. ഇങ്ങനെയുള്ള സർവീസുകളാണ് റേഡിയോളജി നൽകുന്നത്. ഷെഡ്യൂളിംഗ് ഓഫ് റേഡിയോളജി റിസോഴ്സ് ഈസ് പോസിബിൾ. ഷെഡ്യൂളിംഗ് ഓഫ് റേഡിയോളജി റിസോഴ്സ് ഈസ് പോസിബിൾ. ഷെഡ്യൂളിംഗ് റേഡിയോളജി വിഭവങ്ങളുടെ ഷെഡ്യൂളിംഗ് സാധ്യമാണ്. അതായത് ഷെഡ്യൂളിംഗ് ഓഫ് റേഡിയോളജി റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റേഡിയോളജിസ്റ്റുകളാകാം അല്ലെ. നമ്മൾ പറഞ്ഞില്ല റേഡിയോളജിസ്റ്റ് വേണമെന്ന്, ഏത് ടൈമില് എപ്പോഴും അവൈലബിൾ ആകുന്ന രീതിയിലുള്ള ഒരു റേഡിയോളജിസ്റ്റ് നമുക്ക് അവിടെ വേണമെന്നുള്ളത് നമുക്കൊക്കെ പഠിച്ച്. അപ്പൊ റേഡിയോളജിസ്റ്റിന്റെ ലഭ്യത, അതുപോലെ അവിടെയുള്ള സ്കാനിങ് ഒക്കെ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്സുകള്, അവിടുത്തെ ഫെസിലിറ്റികള്, ഇതൊക്കെ അതിന്റെ ഒക്കെ ഉപയോഗം ഉറപ്പാക്കുകയും അത് ഒപ്റ്റിമൈസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഷെഡ്യൂളിംഗ് ഓഫ് റേഡിയോളജി സർവീസ് എന്ന് പറയുന്നത്. ഷെഡ്യൂൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പറയാം എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തു കറക്റ്റ് ആയിട്ട് അല്ലെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതനുസരിച്ച് കറക്റ്റ് ആക്കി വെക്കുന്നതിനാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ റേഡിയോളജി റിസോഴ്സിന്റെ ഷെഡ്യൂളിംഗ് സാധ്യമാണ്. This system stores all the result detail of various tests and make a report based on the test result. Underline ചെയ്തിട്ടേ, ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. റേഡിയോളജി modules caters or provides to service such as X-ray, scanning, ultrasound, etc. ഇങ്ങനെയുള്ള സർവീസുകളാണ് റേഡിയോളജി നമുക്ക് തരുന്നത്. ഇനി നോക്കിയേ, the system store all the result details of various tests and make a report based on the test result. എങ്ങനെയാ ഈ ടെസ്റ്റുകളുടെ ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യുന്നത്? ടെസ്റ്റ് റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് അല്ലെ, എന്നിട്ട് അതിനനുസരിച്ച് അവിടെ റിപ്പോർട്ടുകൾ ആക്കും. എല്ലാ റിസൾട്ടുകളുടെയും ഡീറ്റെയില് ആ സിസ്റ്റം സ്റ്റോർ ചെയ്യും. അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എല്ലാം കമ്പ്യൂട്ടറിലേക്ക് ആക്കൂലേ. അന്നിപ്പോ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന ദിവസം ചെയ്തിട്ട് എത്ര ടെസ്റ്റുകൾ ചെയ്തു, അതിന്റെ സ്കാനിങ്, അത് ഓരോന്നും തരംതിരിച്ചും എല്ലാ റിസൾട്ടിന്റെയും ഡീറ്റെയിലുകൾ. ഇപ്പൊ നമ്മൾ കുറച്ച് നാള് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളിപ്പോ ഈ കേസ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ചിലപ്പോ ഇന്ന ഡേറ്റില് ഇന്ന ആള് വന്ന ടെസ്റ്റ് എന്താണ് ഇവിടെ ചെയ്തത്, അതിന്റെ റിസൾട്ട് എന്താണ്, നമുക്ക് കുറെ നാള് കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ ചെന്നൈയിൽ അവൈലബിൾ ആവുന്നില്ലേ. നമ്മളിതൊക്കെ എന്താ പറയാ, സിനിമയിലൊക്കെ ആണെങ്കിലും കണ്ടിട്ടില്ലേ, നമ്മൾ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അവരെന്തെങ്കിലും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാബിൽ പോയിട്ട് അവര് അന്ന് എന്ത് ടെസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ റിസൾട്ട് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അപ്പൊ ആ ടെസ്റ്റ് റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ആ റിസൾട്ടിന്റെ ഡീറ്റെയിൽസിന്റെ ഒരു റെക്കോർഡ് ഈ സിസ്റ്റം, അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സ്റ്റോർ ചെയ്യുന്നു. ഇത്രയും ഉദ്ദേശിച്ചേക്കുന്നത് അവിടെ ചെയ്യുന്ന എല്ലാ ടെസ്റ്റുകളും അതിന്റെ ടൈം അടക്കം, ടൈം, ഏത് ടെസ്റ്റ് ആണ്, റിസൾട്ട് എന്താണ് എന്നുള്ളത് ആ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കും. These tests are carried out both for inpatient and outpatient. ഈ ടെസ്റ്റുകൾ എങ്ങനെയാ carried out both for inpatient and outpatient. Inpatient സർവീസും കൊടുക്കുന്നുണ്ട്, ഔട്ട്പേഷ്യന്റ് സർവീസും കൊടുക്കുന്നുണ്ട് റേഡിയോളജി. ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് അവർക്ക് ടെസ്റ്റും ചെയ്യുന്നുണ്ട്, എന്ന് OP വന്ന് കണ്ട് മരുന്ന് മേടിച്ച് പോണ പേഷ്യൻസ്, അഡ്മിറ്റ് ആവാത്ത പേഷ്യൻസ്, അതായത് നമുക്ക് ഔട്ട്പേഷ്യൻസിനും എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് സ്കാനിങ് ഒക്കെ പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള സർവീസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ റേഡിയോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബോത്ത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട്പേഷ്യന്റ് സർവീസസ്. ദ സിസ്റ്റം സ്റ്റോർസ് ഓൾ ദ ഡീറ്റെയിൽസ്. നോക്കി ഇനി ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ഉണ്ടാകുന്നത്, ലൈക്ക് ദ പേഷ്യന്റ് നമ്പർ, ഫോൺ നമ്പർ, പേഷ്യന്റ് നമ്പർ, ടെസ്റ്റ് റിപ്പോർട്ടുകൾ, എക്സ്റേ, സ്കാനിങ് ഡീറ്റെയിൽ, ഇതുള്ള ടെസ്റ്റ് റിപ്പോർട്ടുകൾ. ആൻഡ് ഫോർ ഈച്ച് സ്കാൻ ദ സിസ്റ്റം ജനറേറ്റ് എ യൂണിക് നമ്പർ ഫോർ ദ ഇമേജ്.
അപ്പൊ ഈ സിസ്റ്റത്തിൽ നമ്മൾ പേഷ്യന്റിന്റെ നമ്പർ ഉണ്ടാവും, ടെസ്റ്റ് റിപ്പോർട്ട് ഏതാണ്, എക്സ്റേ ആണോ സ്കാനിങ് ആണോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അത് ഉണ്ടാവും. അതിനൊപ്പം തന്നെ നോക്കിയേ, ആൻഡ് ഫോർ ഈച്ച് സ്കാൻ ദ സിസ്റ്റം ജനറേറ്റ് എ യൂണിക് നമ്പർ ഫോർ ദ ഇമേജ്. ഓരോ ഇമേജിനും ഒരു യൂണിക് നമ്പർ. നിങ്ങളെ ആ എക്സ്റേയുടെ ഒക്കെ ഷീറ്റ് കണ്ടിട്ടില്ലേ? അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എക്സ്റേയുടെ മാത്രമല്ല അതിന്റെ മുകളിൽ ഒരു നമ്പർ, അത് യൂണിക് നമ്പർ ആണ്. ആ ഒരു പേഷ്യന്റിന് മാത്രം കൊടുക്കണം. അത് നമുക്ക് നമുക്ക് ചിലപ്പോൾ വായിക്കാനൊന്നും പറ്റില്ല. അതിനകത്ത് ആ ഷീറ്റ് ഇങ്ങനെ നേരെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിനകത്ത് ഒരു നമ്പർ ഉണ്ട്. അതിൽ ഓരോ പേഷ്യന്റിനും അതെന്താ യൂണിക് നമ്പർ ആണ്, യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ്. എസ് കാണാം അല്ലെ? അനീഷയോട് പറഞ്ഞു കാണാന്ന്, വിജി എല്ലാവരും ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ സ്കാനിങ്ങിലൊക്കെ ആണെങ്കിൽ ആ പേപ്പറിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. അതും ഈ സിസ്റ്റത്തിലുള്ള നമ്പർ തന്നെയാണ്. സിസ്റ്റം HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതിനകത്തുള്ള നമ്പർ തന്നെയാണ് ആ ഷീറ്റിലേക്കും കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ സിസ്റ്റം സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ് കൂടി. The system stores all the details like patient number, test report like X-ray scanning details, and for each scan, the system generates a unique number for the image. Unique number, image unique number system keep ചെയ്യുന്നുണ്ട്. Clear ആയോ അത്രയും? Okay. നമുക്കറിയാവുന്നതൊക്കെ തന്നെയാണ്. ഇനി നോക്കി ഇവിടെ, ഇൻവെസ്റ്റിഗേഷൻ ക്യാൻ ബി ഡൺ ഓൺലി ആഫ്റ്റർ ദ ബില്ലിംഗ് ഈസ് ഡൺ. നമ്മൾ ലബോറട്ടറിയിൽ പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ. നമ്മൾ ബില്ല് അടച്ചതിന് ശേഷമാണ് അവിടത്തെ എക്സ്റേ ആണെങ്കിലോ സ്കാനിങ് ആണെങ്കിലോ ചെയ്യുള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ ക്യാൻ ബി ഡൺ ഓൺലി ആഫ്റ്റർ ദ ബില്ലിംഗ് ഈസ് ഡൺ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. അവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തേണ്ട. എങ്കിൽ ഇതിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ ആ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ആദ്യം ബില്ലിങ് അല്ലെങ്കിൽ പേയ്മെന്റ് അടയ്ക്കുക, അതിനുശേഷം അവിടെ ഏതാണോ ടെസ്റ്റ് ചെയ്യണ്ടേ അത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുള്ളൂ. ദിസ് റൂൾ ഈസ് accepted when the case is declared as an urgent. ലബോറട്ടറിയിൽ പറഞ്ഞ പോലെ തന്നെ ഇനി നമ്മുടെ ആ കേസ് ക്രിട്ടിക്കൽ ആണെങ്കിൽ അല്ലെ, അർജന്റ് എമർജൻസി ആണെങ്കിൽ ഈ നിയമം അവിടെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അതായത് ബില്ലിങ് ചെയ്യേണ്ട, നേരെ നമുക്ക് എന്താ സ്കാനിങ് ആണെങ്കിൽ സ്കാനിങ്, എക്സ്റേ ആണെങ്കിൽ എക്സ്റേ, അങ്ങനെ അത്രയും എമർജൻസി ആവുമ്പോൾ നമുക്ക് അത്രയും സമയം കളയാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ അത് അവർക്ക് ആ സ്കാൻ ഒക്കെ ചെയ്തതിന് ശേഷമായിരിക്കും പെട്ടെന്ന് തന്നെ ഓപ്പറേഷനിലേക്ക് ഏറ്റേണ്ടതൊക്കെ. അപ്പൊ നമ്മളുടെ ഒരു മിനിറ്റത്തെ ഒരു ശ്രദ്ധ കുറവ് അല്ലെങ്കിൽ ടൈം ലാഗായാൽ മതിയല്ലോ ആ പേഷ്യന്റ് ജീവിതം തന്നെ ഇതാവാനായിട്ട്. അപ്പൊ പെട്ടെന്ന് സ്കാൻ ചെയ്ത് അതിനനുസരിച്ചുള്ള സർജറിക്കൊക്കെ പെട്ടെന്ന് ഏറ്റേണ്ടി വരുമായിരിക്കും. അപ്പൊ നമുക്ക് ഈ ബില്ലടച്ച് അതിനത്രയൊക്കെയുള്ള ടൈം അവിടെ കിട്ടില്ല. അപ്പൊ അതോടെ എമർജൻസി കേസിൽ റേഡിയോളജിയിലും നമ്മൾ പറഞ്ഞു, ലബോറട്ടറിയിലും നമ്മൾ പറഞ്ഞു, ഈ ഒരു നിയമം അവിടെ ബാധകമല്ല. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇവിടെ നമ്മൾ പഠിച്ചത് തന്നെയാണ് CT സ്കാനിങ്, MRI, എക്സ്റേ. അത് മൂന്നും ആട്ടോ ശരിക്കും ആ റേഡിയോളജിയിൽ പറഞ്ഞേക്കുന്നത്. അൾട്രാസൗണ്ട് താഴെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. CT സ്കാനിങ്, CTയുടെ എന്തായിരുന്നു എക്സ്പാൻഡഡ് ഫോം? CT എന്താണ്? CT സ്കാൻ, CT സ്കാൻ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി. വെരി ഗുഡ്. കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ ആണ് CT. ഇതെങ്ങനെയാണ്? ഡയറക്റ്റ് ക്യാപ്ചറിംഗ് ഓഫ് CT സ്കാൻ ഇമേജസ്, ഈസി റിപ്പോർട്ടിംഗ് ഫെസിലിറ്റി. CT സ്കാനിന്റെ ഒരു പറഞ്ഞേക്കുന്നത് നേരെ നമുക്ക് ഇമേജ്, കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ. ഓക്കെ. ഡയറക്റ്റ് ക്യാപ്ചറിംഗ് ഓഫ് CT സ്കാൻ ഇമേജസ്, ഡയറക്റ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാം, ആൻഡ് ഈസി റിപ്പോർട്ടിംഗ് ഫെസിലിറ്റി. Then MRI scan, easy reporting. Then X-ray, direct capturing of X-ray images. നേരെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അത് മൂന്നുമാണ് ആ സെക്ഷനിൽ പറഞ്ഞേക്കുന്നത് റേഡിയോളജി. CT സ്കാനിങ്, MRI, എക്സ്റേസ്. ഇനി അടുത്ത് നോക്കിയേ സൊണോളജി. സൊണോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സൗണ്ട്, ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇമേജിംഗ് ആൻഡ് മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന അൾട്രാസൗണ്ട് ആട്ടോ. നമ്മൾ പറഞ്ഞില്ലേ ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് റേഡിയേഷൻസ് ഒന്നുമില്ല, ഒരു നമുക്ക് എന്താ പറയാ ഒരു ദൂഷ്യങ്ങളൊന്നും ഇല്ല അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നതുകൊണ്ട്.
അപ്പൊ ഈ സോണോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റഡി ഓഫ് സൗണ്ട് ഇൻ വേരിയസ് ഫീൽഡ് ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇമേജിംഗ്, ദാറ്റ് ഈസ് അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ടിലൊക്കെ നമ്മള് അതൊക്കെ ഉൾപ്പെടുന്ന ഒരു സൗണ്ട് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന സ്റ്റഡി ഓഫ് സൗണ്ട്, അതാണ് ഈ സോണോളജി എന്ന് പറയുന്നത്. ഒന്ന് എഴുതി വെച്ചോട്ടെ അവിടെ, സോണോളജി, SONOLOGY. The study of sound, the study of sound study of sound in various fields. Various field, comma, including medical imaging, medical imaging, ബ്രാക്കറ്റിൽ അവിടെ എഴുതിക്കോട്ടോ, അൾട്രാസൗണ്ട്, മെഡിക്കൽ ഇമേജിംഗ്, അൾട്രാസൗണ്ട്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അൾട്രാസൗണ്ട് എന്നുള്ളത് ആ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയിലെ ഒരു ഇതാണ് അൾട്രാസൗണ്ട്. അതിൽ മാത്രം ഫോക്കസ് ചെയ്തേക്കണം. ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇമേജിംഗ്, ബ്രാക്കറ്റില് അൾട്രാസൗണ്ട് ആൻഡ് ഇലക്ട്രോണിക് മ്യൂസിക്, MUSIC, റിസർച്ച്. ഇലക്ട്രോണിക് മ്യൂസിക് റിസർച്ച് പല ഫീൽഡിലും നമ്മൾ ഈ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സോണോളജി എന്ന് പറയുന്നത് കോമൺ ആയിട്ട് മെഡിക്കൽ ഫീൽഡില്, അതായത് ഇവിടെ നമ്മൾ മെഡിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളെ സോണോളജി എന്ന് പറഞ്ഞ ഇവിടെ അൾട്രാസൗണ്ട് സ്കാനിങ്ങില് നമ്മള് ആ എന്താ പറയാ സൗണ്ട് വേവ്സ്, മെഗാവോൾട്ടിലുള്ള സൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത് നമുക്ക് ഇമേജിംഗ് ടെക്നോളജി. ആ ഒരു ഇമേജിംഗ് ടെക്നോളജി ആണ് അൾട്രാസൗണ്ടിൽ ഉപയോഗിക്കുന്നത്. The study of sound in various fields, including medical imaging, that is ultrasound, and electronic music research. Just by heart of the Jayenda, the okay. ഇനി നോക്കി അവിടെ സോണോഗ്രാഫി റിപ്പോർട്ടിംഗ്. സോണോഗ്രാഫി എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ടിന് പറയുന്ന മറ്റൊരു പേരാട്ടോ, ഒന്ന് എഴുതി വെച്ചവിടെ. സോണോഗ്രാഫി is also called ultrasound. Ultrasound reporting or sonography reporting. അതായത് സോണോഗ്രാഫർ ഇങ്ങനെ അൾട്രാസൗണ്ട് ഉപയോഗിച്ചിട്ട് നമ്മള് ഇമേജിംഗ് ടെക്നോളജി ഒക്കെ ചെയ്യുന്ന ഹെൽത്ത് പ്രൊഫഷണലി ആണ് സോണോഗ്രാഫർ എന്ന് പറയുന്നത്. റേഡിയോളജി ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവര് റേഡിയോഗ്രാഫേഴ്സ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. റേഡിയോഗ്രാഫർ, സോണോഗ്രാഫർ, ഇവരൊക്കെ തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ടാണ് സോണോഗ്രാഫി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. സോണോഗ്രാഫറോ അല്ലെങ്കിൽ റേഡിയോഗ്രാഫറോ ഒക്കെ തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ്. അതിനകത്ത് എന്താ, ആ സ്കാനിങ് ചെയ്ത എന്താണ് അതിന്റെ റിസൾട്ട് ഡീറ്റെയിൽ ഒക്കെ കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണത്. അൾട്രാസൗണ്ട് അല്ലേ നമ്മൾ പറഞ്ഞത്, അപ്പൊ അതിനകത്ത് ആ സ്കാനിങ് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ കാണിക്കുന്ന സോണോഗ്രാഫർ തയ്യാറാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ട്. ഓക്കെ, അതിന്റെ അപ്പൊ സ്കാനിങ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു റിപ്പോർട്ട്. ഓക്കെ, സ്കാനിങ് ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു റിപ്പോർട്ടാണ് സോണോഗ്രാഫി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അത് ആരെ തയ്യാറാക്കുന്നത്? സോണോഗ്രാഫർ, GRAPHER, ഗ്രാഫർ. പിന്നെ അടുത്ത് നോക്കിയേ, ക്യാപ്ചറിങ് ഓഫ് ഇമേജസ്. അതായത് നമുക്ക് ക്യാപ്ചറിങ് ഓഫ് ഇമേജസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നു. അതായത് ആ റിപ്പോർട്ടുകൾ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള നമുക്ക് അത് ആ വ്യൂ ചെയ്യുന്നതിനെയാണ് പറഞ്ഞേക്കുന്നത്. ഇൻ സോണോളജി, ക്യാപ്ചറിങ് ഓഫ് മെസ്സേജ് ഇൻവോൾവിംഗ് യൂസിങ് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് to create the real-time image of the internal structure. ആ ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇന്റേണൽ സ്ട്രക്ചർ വ്യൂ ചെയ്യുന്നു. അതാണ് ക്യാപ്ചറിങ് ഓഫ് ഇമേജ് എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലെ പിക്ചറുകൾ ക്യാപ്ചർ ചെയ്യും. ഓക്കെ, ക്യാപ്ചറിങ് ഓഫ് ഇമേജസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. സോണോഗ്രാഫി റിപ്പോർട്ടിംഗ് ഉണ്ട്, ക്യാപ്ചറിങ് ഓഫ് ഇമേജസ്. അടുത്തത് കാർഡിയോളജി. കാർഡിയോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാ? എന്തുമായിട്ടാണ്? ഹാർട്ട് അല്ലെ, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസുകള്, ഹാർട്ട് ഡിസീസ്, ഹാർട്ടിലുള്ള എന്തെങ്കിലും അബ്നോർമാലിറ്റീസ്, ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് കാർഡിയോളജി. ഇതൊക്കെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ളതല്ലേ? ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ഡിസീസസ് ആൻഡ് അബ്നോർമാലിറ്റീസ് ഓഫ് ഹാർട്ട്. ഹാർട്ടിന്റെ രോഗങ്ങള്, ഹാർട്ടിലുണ്ടാകുന്ന അബ്നോർമാലിറ്റീസ്, ഇതൊക്കെ ആയിട്ടുള്ള ബ്രാഞ്ച് ഓഫ് മെഡിസിൻ, അതാണ് കാർഡിയോളജി എന്ന് പറയുന്നത്. അവിടെ കാർഡിയോളജിയിൽ തന്നേക്കുന്ന ECG നോട്ട്സ്. ECG എന്താ? ECG എക്സ്പാൻഡ് ഫോം എന്താ? ECG ഇലക്ട്രോകാർഡിയോഗ്രാഫ്. ഗ്രാഫ്. ഓക്കെ, അത് നമ്മൾ പഠിച്ചാണ്. ECG ടെസ്റ്റ് റിപ്പോർട്ട്, ഇതാണ് ശരിക്കും ഫൈൻഡിങ് ഓഫ് ആൻ ECG ടെസ്റ്റ്. Written document. Okay, ECG notes refers to the written or digital records that document any findings of the ECG test. ECG ടെസ്റ്റിന്റെ എന്താണ്, ആ ടെസ്റ്റിന്റെ റിസൾട്ട് എന്താണ്, അതൊക്കെ കാണിക്കുന്ന റിപ്പോർട്ടാണ് ECG നോട്ട്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ന്യൂറോളജി. ന്യൂറോളജി എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത? ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ഡീൽസ് വിത്ത് സ്റ്റഡി ആൻഡ് നെർവ്സ് അല്ലെ, നമ്മുടെ നെർവ് സിസ്റ്റം, നാഡീവ്യവസ്ഥ, നെർവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങള് ഒക്കെ, അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് ന്യൂറോളജി എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് ഓഫ് ഡിസോർഡേഴ്സ് ഓഫ് ദ നെർവ് സിസ്റ്റം. ട്രീറ്റ്മെന്റ് ഓഫ് ഡിസോർഡേഴ്സ് ഓഫ് ദ നെർവ് സിസ്റ്റം. ഇതൊക്കെ അറിയാലോ, അതൊന്നും എഴുതണ്ടല്ലോ. കാർഡിയോളജി അറിയാം, ന്യൂറോളജി അറിയാം അല്ലെ. ഇതൊക്കെ ജസ്റ്റ് എന്താന്നുള്ളതൊന്ന് നോക്കി വെച്ചാൽ മതി. നെർവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ, നെർവ് സിസ്റ്റത്തിന്റെ ഡിസീസുകള്, അതിന്റെ ട്രീറ്റ്മെന്റുകള്, അത് വരുന്നതാണ്. അതിനകത്ത് നോക്കി EMG റിപ്പോർട്ടിംഗ്. ന്യൂറോളജിയിൽ വരുന്നതാണ് EMG റിപ്പോർട്ടിംഗ്. ഇലക്ട്രോമയോഗ്രാഫി ആണ് EMG എന്ന് പറയുന്നത്. അവിടെ വേണമെങ്കിൽ ചിലപ്പോ ECGയുടെ EMGയുടെ വേണമെങ്കിൽ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഇലക്ട്രോമയോഗ്രാഫി. ഇലക്ട്രോ ELECTRO, മയോ MYOGRAPHY. ഇലക്ട്രോമയോഗ്രാഫി. ഇതൊരു ഡയഗ്നോസ്റ്റിക് ടൂൾ ആണ്. ഇലക്ട്രോമയോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ ഡയഗ്നോസ്റ്റിക് ടൂൾ യൂസ്ഡ് ടു ന്യൂറോളജിസ്റ്റ് ടു അസസ് ദ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസ് ഓഫ് മസിൽസ് ആൻഡ് നെർവ് സിസ്റ്റം. മസിൽസിന്റെ, നെർവ് സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റികൾ നമുക്ക് മെഷർ ചെയ്യുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടൂൾ ആണ് EMG റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോമയോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിലുകൾ നമ്മുടെ എന്താ മസിൽസിന്റെ, നെർവ്സിന്റെ ഒക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് അത് ചെയ്തത്, അതിന്റെ ഡയഗ്നോസ്റ്റിക് ടൂളാണ് EMG എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്തൊക്കെ അതിന്റെ റിസർച്ച് ഉണ്ടല്ലോ, അതൊക്കെ വന്ന റിപ്പോർട്ടിംഗ്. അടുത്തത് ന്യൂറോളജിയിൽ വരുന്നതാണ് പ്രിസ്ക്രിപ്ഷൻസ്. അത് 2 പോയിന്റ് ആട്ടോ, ഒരുമിച്ചാണ് കിടക്കുന്നത്. അത് 3 പോയിന്റ് വരുന്നുണ്ട്. ഒന്നാമത്തെയാണ് ന്യൂറോളജിയിലെ EMG റിപ്പോർട്ടിംഗ്, രണ്ടാമത്തെ പ്രിസ്ക്രിപ്ഷൻസ്. ഇനിയിപ്പോ അത് ടെസ്റ്റുകളും കാര്യങ്ങളും കഴിഞ്ഞാൽ അതിന്റെ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യില്ലേ, അവിടെ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻസ്. പിന്നെ മൂന്നാമത്തെയാണ് ഡിസ്ചാർജ് കാർഡ്. 3 പോയിന്റ് ആക്കി വെച്ചത്. ന്യൂറോളജിയിൽ വരുന്നതാണ് EMG റിപ്പോർട്ടിംഗ്, പ്രിസ്ക്രിപ്ഷൻസ്, മൂന്നാമത്തെ പോയിന്റ് ഡിസ്ചാർജ് കാർഡ്.
അപ്പൊ അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഓരോന്നിലും വരുന്നത് ഏതാന്ന് വേണമെങ്കിൽ ചോദിക്കാം അവിടെ. ഇപ്പൊ റേഡിയോളജിയിൽ നമ്മൾ പറഞ്ഞത് ഏതാ? CT സ്കാനിങ്, MRI, എക്സ്റേ, ഇത് 3 അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന്റെ കീഴിൽ വരുന്നതോ അല്ലെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുന്നതോ. സൊണോളജിയിൽ നമ്മൾ പറഞ്ഞത് സൊണോഗ്രാഫി റിപ്പോർട്ടിങ്ങും ക്യാപ്ചറിങ് ഓഫ് ഇമേജസും. പിന്നെ കാർഡിയോളജിയില് ECG നോട്ട്സ്, ന്യൂറോളജിയില് EMG റിപ്പോർട്ടിങ്, പ്രിസ്ക്രിപ്ഷൻസ്. അടുത്ത പോയിന്റ്, 3ാമത്തെ പോയിന്റ് ആണ് ഡിസ്ചാർജ് കാർഡ്. ഓക്കെ, ഡിസ്ചാർജ് കാർഡ് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, അതുകൊണ്ടാണ് വരുന്നത്. നമുക്ക് പോയിന്റ് മാത്രം തന്നേക്കണേ കേട്ടോ. അപ്പൊ പോയിന്റ് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. അത് ഈ അടുത്ത ബ്ലഡ് ബാങ്ക് ആണ്. ബ്ലഡ് ബാങ്ക് അറിയാലോ, നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചതല്ലേ ബ്ലഡ് ബാങ്ക്. അല്ലേ, ബ്ലഡ് ഓരോ ടെസ്റ്റുകള്, ട്രാൻസ്ഫ്യൂഷൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ, പല പ്രോസസ്സുകൾ അല്ലെ. ബ്ലഡ് ടെസ്റ്റ്, ബ്ലഡ് കളക്ട് ചെയ്യുന്നു, അതിന് പ്രോപ്പറായിട്ട് നമ്മൾ ടെസ്റ്റിംഗ് നടത്തുന്നു, എന്നിട്ട് ആ ബ്ലഡ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. ഈ കാര്യങ്ങളൊക്കെ നടത്തി ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ. ട്രാൻസ്ഫ്യൂഷൻ, അപ്പൊ കുറെ ടെസ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞു ചെയ്യും അല്ലെ. പ്രിലിമിനറി ടെസ്റ്റുകൾ ഉണ്ട്, അതിനുശേഷം വീണ്ടും നമുക്ക് ഓരോ ടെസ്റ്റുകൾ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പ്രോപ്പറായിട്ട് ബ്ലഡുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. This module is developing, keeping in view the legal and other requirements of operating the blood banks. അവിടെ ലീഗൽ ആയിട്ടുള്ളത്, നിയമപരമായിട്ടുള്ളതും മറ്റുള്ള പ്രവർത്തനങ്ങളും, അതായത് ഈ ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ ബ്ലഡ് ഓരോ ഡോണർ വരുമ്പോൾ അവർക്ക് ബ്ലഡ് കളക്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞല്ലോ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിലാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്ത് അവരവിടെ സൂക്ഷിച്ചു വെക്കും അല്ലെ. അപ്പൊ അതിന്റെ ഓരോ ഇത് മാറ്റി, പിന്നെ അതുപോലെ ബ്ലഡ് ഗ്രൂപ്പുകൾ തിരിച്ചിട്ട് ബ്ലഡ് ഗ്രൂപ്പ് ഇപ്പൊ അത് മാത്രം നോക്കിയാൽ പോലല്ലോ. എന്നിട്ട് RH അല്ലെ, RH ഫാക്ടേഴ്സ് പോസിറ്റീവ് ആണോ, ഇപ്പൊ A ആണെങ്കിൽ പോസിറ്റീവ് ആണോ, A നെഗറ്റീവ് ആണോ, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്ത് അത് എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അവിടുത്തെ അങ്ങനെയുള്ള പ്രവർത്തനം ലീഗൽ ആയിട്ടുള്ളതും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ. ഇപ്പൊ നമ്മള് നിയമപരമായിട്ടുള്ളതായിട്ടും അല്ലാതെയും കുറെ ഫോർമാലിറ്റീസ് നമ്മൾ പ്രോട്ടോകോളുകളില്ലേ, ബ്ലഡ് ബാങ്ക് കീപ്പ് ചെയ്യേണ്ട പ്രോട്ടോകോളുകള്. നമ്മൾ ഈ ഇതൊക്കെ നടത്തിയതിനു ശേഷമാണ് ബ്ലഡ് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കും, പിന്നെ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് സെക്ഷനിൽ പഠിച്ചാണ്. അപ്പൊ അതിനനുസരിച്ച് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രോട്ടോകോളുകൾക്ക് അനുസരിച്ച് നോക്കിക്കൊണ്ടും അത് പാലിച്ചുകൊണ്ടും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മൊഡ്യൂള് ഹാൻഡിൽ ചെയ്യുന്നത്. It deals in detail with the blood transfusion centers and the component laboratories and work as an online interactive system. It deals in ഇപ്പെല്ലാം ഓൺലൈൻ ആണല്ലേ. എന്താ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്റേഴ്സിനെയും അതിന്റെ കമ്പോണന്റ് ലബോറട്ടറികളിലെയും ഒരു സെന്റർ ഉണ്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്ററുകളെ. നമ്മൾ പറഞ്ഞില്ല, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സെന്ററുകളും ആ ലബോറട്ടറികളുടെ ആ ലാബിന്റെയും പ്രവർത്തനങ്ങളെയൊക്കെ വിശദമായി ഇടപെടുകയും അത് തമ്മിലുള്ള ഒരു ഓൺലൈൻ ഇന്ററാക്റ്റീവ്, അത് പരസ്പരം ഉള്ള ഓൺലൈൻ ഇന്ററാക്റ്റീവ് സിസ്റ്റവുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇറ്റ് ഓൾസോ ജനറേറ്റ് ലീഗൽ ആസ് വെൽ ആസ് ഇന്റേണൽ ഓപ്പറേഷൻ റെക്കോർഡ്സ്. ലീഗൽ ആയിട്ടുള്ള നിയമപരവും അതുപോലെ ആന്തരികമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ആ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഓരോ കാര്യങ്ങളും ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഇന്ന് എത്ര ടെസ്റ്റുകൾ നമ്മൾ ചെയ്തു അല്ലെ, അങ്ങനെ ആ റെക്കോർഡ് ഉണ്ട്. ഏത് ഇതാണെങ്കിലും അവർ അപ് ടു ഡേറ്റ് ആയിട്ട് അവിടെ നടന്ന കാര്യങ്ങളുടെയൊക്കെ റെക്കോർഡുകൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. റേഡിയോളജിയിൽ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ബ്ലഡ് ബാങ്കിലാണെങ്കിലും ശരി, ലാബിലാണെങ്കിലും ശരി, അവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഇതും നമ്മൾ ലീഗലായിട്ട് എന്തെങ്കിലും കേസുകളുടെ ഭാഗമായിട്ടൊക്കെ വരുമ്പോഴാണെങ്കിലും ഇന്ന ദിവസം ഇവിടെ ഏതെങ്കിലും ടെസ്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കാനും ഒത്തിരി നമുക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് റെക്കോർഡുകൾ റെഫർ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനൊക്കെ ആയിട്ടാണെങ്കിലും ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ സെന്റൻസ് ഒന്ന്, രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ.
Blood bank deals in detail with the blood transfusion centers and the component laboratories and work as online interactive system. It also generates legal as well as internal operations record. It also generate legal as well as internal operations reports. ഇനി അതിനകത്ത് കുറച്ച് ഫങ്ഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. ഫങ്ഷൻസ് നോക്കിയേ. Donors data entry. Detail of donors such as name, addresses, contact number, blood group are maintained in the system through donors data entry. Or donors data entry എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ബ്ലഡ് കൊടുക്കുന്നവരാണല്ലോ ഡോണേഴ്സ്. അപ്പൊ അവർക്കുടെ ഡീറ്റെയിൽ, പേര്, ഇപ്പൊ ഞാൻ കൊടുക്കുകയാണെങ്കിൽ എന്റെ പേര്, അഡ്രസ്സ്, എന്നെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നമ്പർ, വീണ്ടും നമുക്ക് ബ്ലഡ് ഒക്കെ ആവശ്യം വരികയാണെങ്കിൽ ആ നമ്പറിലേക്ക് നമുക്ക് വിളിക്കാം അല്ലെ. എന്നിട്ട് ഇപ്പൊ ഇത് നിങ്ങൾക്ക് ബ്ലഡ് തരാൻ താല്പര്യമുണ്ടോ, ഇപ്പൊ ഇതിന്റെ ഇത് കുറവാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവരെ വിളിക്കാം. അവരുടെ കോണ്ടാക്ട് നമ്പറുകള്, ബ്ലഡ് ഗ്രൂപ്പ്, ഓരോ ആളുകളുടെ ബ്ലഡ് ഗ്രൂപ്പുകളും എല്ലാം ഏതാണ് ആ സിസ്റ്റത്തില് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഡോണേഴ്സ് ഡേറ്റ എൻട്രി എന്ന് പറയും. അപ്പൊ നമുക്ക് അത് എടുത്ത് നോക്കിയാൽ മതി അല്ലെ. പിന്നെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് നമുക്കിപ്പോ AB ഗ്രൂപ്പ് ആവശ്യമാണ്. അപ്പൊ നമുക്ക് ആ ഡോണേഴ്സിന്റെ അത് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് AB ഗ്രൂപ്പുകാര് കിട്ടും അല്ലെ. അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ ആ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അയാളെ വേണമെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. അയാൾക്ക് താല്പര്യമാണെങ്കിൽ നമുക്ക് ബ്ലഡ് അവിടെ എടുക്കാലോ. അതിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാനും ഇതിനെല്ലാം വേണ്ടിയിട്ട് ഡോണേഴ്സിന്റെ ഡേറ്റ എൻട്രി, അതിനകത്ത് പേരുണ്ടാവും, അഡ്രസ് ഉണ്ടാവും, കോണ്ടാക്ട് നമ്പർ ഉണ്ടാവും, ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് ഡോണേഴ്സ് ഡേറ്റ എൻട്രി, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉള്ളതെന്ന്, എന്തൊക്കെയാണ് അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡീറ്റെയിൽസ് ഓഫ് ഡോണേഴ്സ് സച്ച് ആസ് നെയിം, അഡ്രസ്സസ്, കോണ്ടാക്ട് നമ്പർ, ബ്ലഡ് ഗ്രൂപ്പ് ആർ മെയിൻറ്റെയിൻ. ഡോണേഴ്സ് ഡേറ്റ എൻട്രി ഇൻക്ലൂഡ്സ്, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, അത് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ ഉണ്ടാവും, നെയിം ഉണ്ടാവും, അഡ്രസ്സസ്, കോണ്ടാക്ട് നമ്പർ, ബ്ലഡ് ഗ്രൂപ്പ്, ഇതെല്ലാം ഉണ്ടാവും. നോക്കിയേ, ദ ഡീറ്റെയിൽസ് ക്യാൻ ബി പ്രിന്റഡ് ആസ് and when required the mailing list from the available data of donors can be printed for correspondence. നമുക്ക് ആ ഡോണേഴ്സിന്റെ details can be printed as and when required. ആവശ്യമുള്ളപ്പോ നമുക്ക് ആ ഡീറ്റെയിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രിന്റ് ചെയ്യാം. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അപ്പൊ ആവശ്യമുള്ളപ്പോൾ അത് പ്രിന്റ് ചെയ്തെടുക്കാം. The mailing list from the available data of donors can be printed for correspondence. നമുക്ക് കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ കത്തിടപാടുകൾ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഡോണേഴ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പ്രിന്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, ബ്ലഡ് അത് സ്വീകരിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഈ ഡോണേഴ്സിന്റെ ഇതുപോലെ തന്നെ വല്ല ഡീറ്റെയിൽസോ, ആർക്കും ബ്ലഡ് നമ്മൾ എടുത്ത് അല്ലെങ്കിൽ അതിന്റെ വല്ല ഡീറ്റെയിലോ കാര്യങ്ങളൊക്കെ വേണമെങ്കിലോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിലും എന്തെങ്കിലും റെഫറൻസിനൊക്കെ വേണമെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡോണേഴ്സിന്റെ ആ ഡേറ്റ നമുക്ക് പ്രിന്റ് ചെയ്ത് എടുക്കാൻ പറ്റും. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ കത്തിടപാടുകൾക്കായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. The mailing list from the available data of donors can be printed for correspondence. അടുത്ത നോക്കിയേ, ഇൻവെസ്റ്റിഗേഷൻ ഡേറ്റ എൻട്രി, അന്വേഷണ റിപ്പോർട്ടുകൾ, ഇൻവെസ്റ്റിഗേഷൻ ഡേറ്റ എൻട്രി. പിന്നെ various test details are stored in the system as per rules of the blood bank. കണ്ടോ, നോക്കിയേ, various test details are stored in the system. ഇതുപോലെ നമ്മുടെ ടെസ്റ്റ് ഡീറ്റെയിലുകൾ നമുക്ക് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. എങ്ങനെയാ, ആസ് പെർ ദ റൂൾ ഓഫ് ദ ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിന്റെ റൂൾ അനുസരിച്ച് തന്നെ ഈ ഡീറ്റെയിലുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മൾ രഹസ്യാത്മകമായിട്ട് വെക്കേണ്ടതാണ്. ഇത് നിയമപരമല്ലാതെ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ഒന്നും കൊടുക്കാൻ പാടില്ല
അല്ലെ? അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളുകൾ മാത്രം ചോദിച്ചാലൊക്കെ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ ആ ബ്ലഡ് ബാങ്കിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ ടെസ്റ്റ് ഡീറ്റെയിൽസ് ആ HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് വെക്കുന്നു. മെയിൻറ്റെയിൻ ഡേറ്റ ഓഫ് ടെസ്റ്റ്, ടെസ്റ്റുകളുടെ ഡേറ്റ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പരിപാലിക്കുന്നു. ഇതെപ്പോഴും അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. മെയിൻറ്റെയിൻ ദ ഡേറ്റ ഓഫ് ടെസ്റ്റ്, മെയിൻറ്റെയിൻ ദ ഡേറ്റ ഓഫ് ടെസ്റ്റ്. Okay, test data detail required for blood bank records are stored on the system with the specific result on HIV, HB ഹീമോഗ്ലോബിൻ ആണ് HB ഡീറ്റെയിൽസ് കണ്ടോ. HIV അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ ആ റിസൾട്ട്, അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്ന റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് ആ ബ്ലഡ് ബാങ്കിന്റെ റെക്കോർഡുകൾക്ക് ആ റെക്കോർഡുകൾ നമുക്ക് ആ സിസ്റ്റത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽസ് വെക്കുന്നു എന്നാണെങ്കിലും നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് റിസൾട്ട് ചെയ്ത് HIV പേഷ്യൻസ് എത്രയുണ്ട് അല്ലെ, നമുക്കൊരു സെൻസസ് എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെ കിട്ടാനായിട്ട് അത് പ്രത്യേകം അതും അവിടെ എന്ത് ചെയ്യുന്നു? HIS സൂക്ഷിച്ചു വെക്കുന്നുണ്ട്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. ടെസ്റ്റ് ഡേറ്റ ഡീറ്റെയിൽസ് റിക്വയർഡ് ഫോർ ബ്ലഡ് ബാങ്ക് റെക്കോർഡ്സ്, ബ്ലഡ് ബാങ്ക് റെക്കോർഡിന് ആവശ്യമായിട്ടുള്ള ടെസ്റ്റ് ഡേറ്റ ഡീറ്റെയിൽസുകൾ ഈ HIS എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. അതെന്താ? വിത്ത് സ്പെസിഫിക് റിസൾട്ട് ഓൺ HIV, HB ഡീറ്റെയിൽസ്, അതിന്റെയൊക്കെ ആ ഡീറ്റെയിൽ നോക്കാനോ ഇതിനൊക്കെ വേണ്ടിയിട്ട്. Facilitate component level administration of the blood units. Facilitate എന്ന് വെച്ചാൽ സുഗമമാക്കുക. കമ്പോണന്റ്, പല കമ്പോണന്റ് ഇല്ലേ ബ്ലഡിലെ? 4 കമ്പോണന്റ്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, അതിന്റെയൊക്കെ ആ ലെവല്, കമ്പോണന്റ് ലെവൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ബ്ലഡ് യൂണിറ്റ്സ്, ആ കമ്പോണന്റ് ലെവലുകൾ സുഗമമാക്കുന്നു. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ബ്ലഡ് യൂണിറ്റ്സ്. പിന്നെ കീപ് ട്രാക്ക് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓർ disposal of the whole blood and components. Keep track of distribution വിതരണം ചെയ്യുക. ഡിസ്പോസൽ എന്ന് വെച്ചാൽ നിർമ്മാർജ്ജനം ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ ഓർ ഡിസ്പോസൽ ഓഫ് ദ ഹോൾ ബ്ലഡ് ആൻഡ് ദ കമ്പോണൻസ്, അതിന്റെയൊക്കെ വിതരണം ഇതൊക്കെ എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുന്നു. ഡിസ്ട്രിബ്യൂഷൻ, നമുക്ക് അതിനകത്ത് ഏത് ഗ്രൂപ്പാണ് ആവശ്യം അവർക്ക് ആ ഗ്രൂപ്പ് അവിടെ എന്ത് ചെയ്യാം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്, വിതരണം ചെയ്യാണ് ബ്ലഡ് ബാങ്കില്. പിന്നെ അതുപോലെ ഡിസ്പോസൽ, നമുക്ക് ഓരോന്നിന്റെയും ഇതുണ്ട്, നമുക്ക് എന്താ പറയാ എക്സ്പയറി ഉണ്ട് അവിടെ ഓരോ ഇതും. ഇപ്പൊ അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ബ്ലഡിലെ കമ്പോണന്റ് RBC ആണ്. RBC ആണെങ്കിൽ നമുക്ക് 42 days മാത്രമേ ഉള്ളൂ അത് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ 5 days, അത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഡിസ്പോസ് ചെയ്യണം. അത് പിന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റൂല? സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂല. അപ്പൊ അതിന്റെയൊക്കെ നമ്മള് അത് ആ ഡീറ്റെയിലും ഒക്കെ അവിടെ സൂക്ഷിക്കുക ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് സിഗ്നൽ എക്സ്പയറി ഡേറ്റ് ആൻഡ് കമ്പോണന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഓരോ കമ്പോണന്റ്സിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവങ്ങള്, എക്സ്പയറി ഡേറ്റ്സ്. ഞാൻ പറഞ്ഞില്ലേ RBC ആണെങ്കിൽ സ്റ്റോർഡ് അപ് ടു 42 days, 42 ദിവസത്തോളമാണ് RBC അത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ വളരെ ലൈഫ് ആൻഡ് കുറവാണ്, 5 ദിവസത്തോളം ഉള്ളൂ അതിന്റെ ഇത്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളത് ഡിസ്പോസ് ചെയ്യണം. അപ്പൊ ഇതുപോലെ എക്സ്പയറി ഡേറ്റുകൾ നോക്കണം. പിന്നെ ഓരോ കമ്പോണൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെ അതിന്റെ ഇതും അതനുസരിച്ച് ഞാൻ കീപ്പ് ചെയ്യുക എന്നുള്ളൂ. ഇത്രയാണ് ആ ഫങ്ഷൻസ് തന്നേക്കുന്നത്. അത് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഫങ്ഷൻസ് ഏകദേശം നമുക്ക് വായിക്കുമ്പോഴറിയാം. ചിലപ്പോ ഇങ്ങനെയുള്ളതിനെ ഏകദേശം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ആയിരിക്കും ചിലപ്പോ 1-2 പോയിന്റ് തന്നത്. ഇതിപ്പോ എല്ലാം നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വന്നതാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇത്രയും ഇന്ന് പഠിപ്പിച്ചത് ഇത്രയും ഒരുവിധമൊക്കെ അറിയാവുന്ന പോർഷൻസ് തന്നെയാണ് നമുക്ക്. അപ്പൊ അതുകൊണ്ട് വെറുതെ ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഇത് തന്നെ ഒന്ന് വായിച്ചു വെക്കാം. ആക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഫംഗ്ഷൻസ് ഒന്നും ബൈഹാർട്ട് ഒന്നും ചെയ്യണ്ട. 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ ആയിക്കോളും. അതിനകത്ത് ഡോണേഴ്സ് ഡേറ്റ എൻട്രി എന്നുള്ളത് ഞാൻ പറഞ്ഞു, അതൊന്ന് ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്യുക. അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.